അതിൽ വന്ന അതുമുതൽ ഇതുവരെയുള്ള അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ വളരെ നല്ല ഒരു അഭിപ്രായമാണ്. തങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇന്ന് 2 കുട്ടികൾ നീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി സെൻറ്ററിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സെൻറ്ററാണ്. വന്നിരിക്കാനാണെങ്കിലും നല്ല സ്ഥലമുണ്ട്. മറ്റടുത്ത് ഗേറ്റിൻ്റെ പുറത്തിരുന്നിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത്. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സ് നിറച്ച് മഅദിൻ അക്കാദമി. നീറ്റ് പരീക്ഷാ കേന്ദ്രമായ മലപ്പുറം സ്വലാത്ത് നഗറിലെ മഅദിൻ പബ്ലിക് സ്കൂളിലും മഅദിൻ പോളിടെക്നിക് കോളേജിലുമായി പരീക്ഷയ്ക്കെത്തിയ 1632 വിദ്യാർത്ഥികൾക്കും കൂടെയെത്തിയ രക്ഷിതാക്കൾക്കും മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സൗകര്യങ്ങളാണ് മഅദിൻ ക്യാമ്പസിലൊരുക്കിയത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സെന്ററായിരുന്നു മഅദിൻ അക്കാദമി. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വേളയിൽ രക്ഷിതാക്കൾക്കായി കുട്ടികളുടെ തുടർ പഠനാവസരങ്ങളും വിദ്യാഭ്യാസ ഭാവിയും ചർച്ച ചെയ്യുന്ന പാരന്റിംഗ് ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത ട്രെയിനറും മഅദിൻ അക്കാദമിക് ഡയറക്ടറുമായ നൗഫൽ മാസ്റ്റർ കോഡൂർ, സൈഫുള്ള ചുങ്കത്തറ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഉന്നത പഠനത്തെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആകുലതകൾ അകറ്റുന്നതിനും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തുടർ പഠന മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിന് പ്രാപ്തമാക്കുന്നതുമായിരുന്നു ക്ലാസ്. രക്ഷിതാക്കളുടെ സംശയ നിവാരണത്തിനും അവസരമൊരുക്കിയിരുന്നു. കുട്ടികളുടെ പരീക്ഷ കഴിയും വരെ വെറുതെ തള്ളി നീക്കേണ്ട സമയത്ത് ഉപകാരപ്രദമായ ക്ലാസ് ലഭിച്ചതിന്റെ സംതൃപ്തിയിലായിരുന്നു രക്ഷിതാക്കൾ. മഅദിൻ ക്യാമ്പസിൽ പലയിടങ്ങളിലായി കുടിവെള്ള കിയോസ്കുകളും പ്രാഥമിക കൃത്യങ്ങൾക്കായി ടോയ്ലറ്റ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷ കഴിയുന്നത് കാത്ത് പരീക്ഷാ ഹാളിന് പുറത്തു നിൽക്കുന്ന രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ സൗകര്യമുള്ള മഅദിൻ ഓഡിറ്റോറിയത്തിൽ വിപുലമായ ഇരിപ്പിടങ്ങൾ ഒരുക്കിയത് കനത്ത ചൂടിനിടയിൽ ഏറെ ആശ്വാസമായി മാറി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയതും വളണ്ടിയേഴ്സിന്റെ കൃത്യമായ ഇടപെടലുകളും പരീക്ഷയ്ക്കെത്തിയവർക്ക് ഏറെ ആശ്വാസമായി. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഫോട്ടോ പ്രിന്റിംഗ്, ആവശ്യമായ ഡോക്യുമെന്റുകൾ പ്രിന്റ് എടുക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്കുള്ള സൗകര്യമൊരുക്കിയതും വളരെ ഉപകാരപ്രദമായി. പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ സഹായങ്ങൾ നൽകുന്നതിന് മഅദിൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സൈദൽവിക്കോയ കൊണ്ടോട്ടി, മാനേജർ അബ്ദുറഹ്മാൻ, അനീർ മോങ്ങം, ഷനീബ് ഇരുമ്പുഴി, മുജീബ് റഹ്മാൻ പട്ടർക്കടവ്, മുജീബ് ഉമ്മത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ, മഅദിൻ ജീവനക്കാർ കഠിന പരിശ്രമം നടത്തി. മധുരപാനീയങ്ങളും ഫ്രൂട്ട്സ് വിഭവങ്ങളും വിതരണം ചെയ്തത് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അനുഗ്രഹമായി. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളെ വിജയാശംസകൾ നേർന്നാണ് മഅദിൻ ഭാരവാഹികളും ജീവനക്കാരും യാത്രയാക്കിയത്. അതിൽ വന്ന അതുമുതൽ ഇതുവരെയുള്ള അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ വളരെ നല്ല ഒരു അഭിപ്രായമാണ് ഇവിടെയുള്ള വന്ന ആളുകൾക്കും അതുപോലെ നമ്മൾക്കൊക്കെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്കൂളുകൾ പോയിട്ട് അവർക്കൊന്നും ഇത്ര നല്ലൊരു സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല നല്ല എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. മാത്രമല്ല നല്ല AC ഹാള് സൗകര്യങ്ങൾ, നല്ല സൗകര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും പാരൻസിനുള്ള ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. വളരെ ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ലൊരു ക്ലാസ്സായിരുന്നു. അയാളുടെ സാറിൻ്റെ പേരെന്ന് നിഷാദ് സാറാണ്, നൗഫൽ സാറ്. വളരെ നല്ല ഒരു പ്രഭാഷണമാണ് മൂപ്പർ. വളരെ നല്ലതായിരുന്നു. നല്ല അഭിപ്രായമാണ്. കാരണം വേറെ ഏത് സ്ഥലത്തും കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുതന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ വെള്ളം കിട്ടാതെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ട്. ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യവും, ബാത്റൂമും കാര്യങ്ങളും എല്ലാതും നല്ല സംവിധാനവും ഉണ്ട്. എല്ലാ സംവിധാനവും ഇവിടെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുട്ടി പരീക്ഷ എഴുതാൻ പോയാൽ നമ്മളെ ചേളാരി അവിടെ അത് ഒരു സംഗതി ഇല്ലേനെ വട്ടം പറമ്പ്. ഇതിപ്പോൾ അതിൽ ഇരിക്കണമെങ്കിൽ AC പോയി ഇരുന്നാൽ മതി. കുട്ടികൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാം. അതൊരു സമാധാനം. 1000 അഭിവാദ്യങ്ങൾ. എന്താ വെച്ചാൽ തങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇന്ന് 2 കുട്ടികൾ നീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി തിരുനാവാഴയാണ്. തീരെ സൗകര്യമില്ലാണ്. തീരെ ഒരു ബാത്റൂമിൻ്റെ സൗകര്യം കൂടിയല്ല. ഇവിടെ AC കൂടി നല്ല വിറ്റ്. നല്ല നന്ദിയുണ്ട്. എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. ബയോളജി കെമിസ്ട്രിയും ഭയങ്കര ഈസി ആയിരുന്നു. ഫിസിക്സാണ് പിന്നെ കുറച്ച് ടൈം എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻറ്ററിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സെൻറ്ററാണ്. വന്നിരിക്കാനാണെങ്കിലും നല്ല സ്ഥലമുണ്ട്. മറ്റടുത്ത് ഗേറ്റിൻ്റെ പുറത്തിരുന്നിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ
ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല സൗകര്യം ഉണ്ടായി, നല്ല അടിപൊളി. തങ്ങളോട് പ്രത്യേകിച്ച് കടപ്പാടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.